യഹ്യാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു KFC ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്രൈ പീസ് കണക്കാക്കിയിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. വലിയ പീസൊക്കെ പിച്ചാത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ കണക്കിന് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കണക്കിന് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മയോനൈസ് ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർക്കാൻ. നമ്മൾ സോയാ സോസിലൊക്കെ ഉപ്പിൻ്റെ അംശം ഉള്ളത് കൊണ്ട് അധികം അങ്ങ് ചേർക്കരുത്. ഇനി നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വയ്ക്കണം. നന്നായിട്ട് ചിക്കനിൽ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ ഞാനിതങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഫസ്റ്റ് കുറച്ച് മൈദാമാവൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞയും വെള്ളയും കൂടെ തന്നെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ പീസ് ചിക്കനും ഈ എടുത്ത് വെച്ചിട്ടുള്ള മൈദാമാവിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ പീസും നമുക്ക് ഇതുപോലെ ഫസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഇരിക്കുന്ന പീസുകളെല്ലാം നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ പീസും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിന് കോൺഫ്ലവറിൻ്റെ പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഓരോ പീസ് ചിക്കനും നമുക്ക് മുട്ടയിലേക്ക് മുക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഓരോ പീസ് ആയിട്ട് ഇതുപോലെ മുട്ടയിലേക്ക് ഇട്ടൊന്ന് കറക്കി എടുക്കുകയാണ്. എല്ലാ ഭാഗത്തും ആ മുട്ട ഒന്ന് പറ്റി കിട്ടണം. അതിനുശേഷം നമുക്ക് ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതിയെ സ്പൂൺ വെച്ചിട്ട് മാവ് ഫസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കാം. ഇങ്ങനെയാട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ആ മേടിക്കുന്നത് പോലെ അതിൻ്റെ ഇത് നന്നായിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇരിക്കുമല്ലേ അതിൻ്റെ പുറത്ത് നല്ല പൊരിപുര, അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്ന് കറക്കി കൊടുക്കണം ഈ മാവിലിട്ട്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ കുക്കർ ഇവിടെ അടുപ്പത്ത് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. അപ്പോൾ ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് വാരി ഇട്ട് കൊടുക്കരുത്.
2 3 എണ്ണമായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ കുക്കറിലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് 2 3 പീസ് ഇട്ട് മാത്രം ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് അടച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ കുക്കറിൻ്റെ വെയിറ്റ് വെച്ച് കൊടുക്കാതെയാണ് കേട്ടോ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒരു 5 മിനിറ്റെങ്കിലും ഇതുപോലെ വെച്ച് വേവിച്ചാൽ മാത്രമേ നന്നായിട്ട് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടത്തുള്ളൂ. അതുമല്ല മാത്രമല്ല, നിങ്ങളത് ചെയ്യുന്ന നേരത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രം കുക്ക് ചെയ്തെടുക്കാൻ നോക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് പതിയെ ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 2 3 മിനിറ്റും കൂടെ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാനിലും ചെയ്തെടുക്കാവുന്നതാണ്. കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ എല്ലാ പീസും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് തുറന്നിട്ടിട്ട് ഒരു 2 3 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ തുറന്നിട്ടിട്ട് വേവിച്ചെടുക്കുമ്പോൾ അതിൽ എണ്ണയൊക്കെ നന്നായിട്ട് അങ്ങ് പോയി കിട്ടും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയിരിക്കുന്ന പീസുകൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.